വീട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മനസ്സിലാവുന്ന ആൾക്കാർക്ക് മാത്രമേ ഇത് മനസ്സിലായോ എന്ന് ആര്യൻ അക്ബറിനോട് ചോദിക്കുന്നുണ്ട്. ഇതൊരു ചെറിയ വിഷയമാണ്. മല്ലിച്ചപ്പിൻ്റെ ഒരു എല്ലെടുത്തതിനാണ് ഇത്ര വിഷയമാക്കിയിരിക്കുന്നത്. ആ മല്ലിച്ചപ്പിൻ്റെ ഇല ഇച്ചിരി നെവിൻ എടുത്തതിനാണ് ഷാനവാസിക്ക ആ കപ്പെറിഞ്ഞ് പൊട്ടിച്ചത്. അപ്പോൾ അത് കണ്ടില്ലേ? അതാണ് ഞാൻ പറയുന്നത്, 78 ഡേയ്സ് ഈ വീട്ടിലുണ്ടാവണം. ആര്യം പറയുന്നു, ആ ഒരു ഡെലിക്കസി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ വീട്ടിലുണ്ടായിരിക്കണം. ഇത്രയും ദിവസമായിട്ട് അവനിതൊന്നും മനസ്സിലായില്ലയോ എന്ന് ആര്യം ചോദിക്കുന്നു. ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ആ നിലപാടിൽ നിൽക്കാൻ പഠിക്കണമെന്ന് ആര്യം പറയുന്നുണ്ട്. ഇന്ന് തന്നെ നമ്മളവിടെ ചായക്ക് വേണ്ടിയാണോ അടിയിട്ടത്? ചായക്ക് വേണ്ടിയല്ല അവിടെ അടി നടന്നത്. അതിനകത്തൊരു ടോപ്പിക്കുണ്ട്, ആ ടോപ്പിക്കിൻ്റെ പുറത്താണ് അടി നടന്നത്. എനിക്ക് പ്രശ്നമില്ല, ഇവൻ അവിടെ കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനവിടെ കട്ടയ്ക്ക് നിൽക്കും. പക്ഷേ ഇവൻ അവിടെ എത്തിയപ്പോഴാണ് മറുകണ്ഠം ചാടിയത്. എന്നാൽ കുഴപ്പമില്ലെന്നുള്ള നിലപാട്. അപ്പം പറയുന്ന അക്ബർ ബ്രോ, ഒരു ചായ അല്ലേ, അതങ്ങ് പോട്ടെ, ഇനി ഇവനെ ട്രസ്റ്റ് ചെയ്യരുതെന്ന് ആര്യം പറയുന്നുണ്ട്. അപ്പം അക്ബർ പറയാണ്, ഞാനിനി ഇവനെ ട്രസ്റ്റ് ചെയ്യത്തില്ല, കാരണം ഇവന് ഗഡ്സ് ഇല്ല, അവനത് മനസ്സിലാക്കാനുള്ള പക്വത പോലും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് അക്ബർ പറയുന്നു. ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ, അവൻ പറഞ്ഞ ആ ഒരു വാക്ക് കേട്ടിട്ടാണ് അയാൾ പോയി ആ കപ്പുമായിട്ട് അവിടെ നിൽക്കുന്നത്. അത് ഞാൻ വാങ്ങിക്കൊടുക്കണമെന്നുള്ള ആ ഒരു ധാരണയൊന്നും ആ മച്ചാനില്ല. പുറകെ നിൽക്കുന്നത് ഈ ഗ്രൂപ്പാണെന്നാണ് ആര്യം പറയുന്നത്. ഇങ്ങനെ വിരൽ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട് അക്ബർ, നിനക്ക് കുടിക്കാനാണോ, എന്നാ തരാം. അങ്ങനെ പറഞ്ഞപ്പോൾ കൊണ്ട് പേടിച്ച് പുറകോട്ട് മാറി. ഇവനെ നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നത്? അങ്ങനെയൊന്നും ഇല്ല എന്ന് ആര്യൻ ആക്ട് ചെയ്ത് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എൻ്റെ ചായ അല്ലേ, അപ്പോൾ അതെനിക്ക് താ. ആ ചായ ഞാൻ കുടിക്കുകയോ കളയോ ചെയ്യുന്നത് അത് എൻ്റെ ഇഷ്ടമല്ലേ? ജിസേൽ എപ്പോഴും ഡാല് വാങ്ങിച്ചിട്ട് അവൾ എനിക്ക് വേണ്ടിയാണ് തന്നിരുന്നത്. ആ സമയത്ത് ആരും പറഞ്ഞില്ലല്ലോ എനിക്ക് വേണ്ടിയാണോ നിനക്ക് വേണ്ടിയാണോ എന്ന്. അത് ജിസേലിൻ്റെ ഇഷ്ടമല്ലേ? ഈ വീട്ടിൽ എത്രയോ പ്രാവശ്യം ജിസേൽ എക്സ്ട്രാ ഫുഡ് വാങ്ങിച്ചിട്ട് എൻ്റെ പ്ലേറ്റിൽ ഇട്ട് തന്നിട്ടുണ്ട്. അത് അവരുടെ പോർഷനാണ്, അത് അവരുടെ ഇഷ്ടമല്ലേ എന്ന് ആര്യൻ ചോദിക്കുന്നുണ്ട്. വൈകുന്നേരത്തെ സാവുമാൻ്റെ ചായക്ക് വേണ്ടി അക്ബർ ചെന്നപ്പോൾ ഉണ്ടായ ആ ഒരു ഇഷ്യൂ എടുത്തിട്ട് സംസാരിക്കുകയാണ് അക്ബറും ആര്യനും കൂടി. സാവുമാന് ഗഡ്സില്ലെന്നാണ് അക്ബർ പറയുന്നത്.